വാർത്തയിലേക്ക്. ഇറാനിലെ എണ്ണ കേന്ദ്രങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിച്ച ഇസ്രായേൽ. ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് അമേരിക്ക. ബഹ്റൈനിലെ ജലശുദ്ധീകരണ കേന്ദ്രത്തിന് നേർക്ക് ഇറാനും ആക്രമണം നടത്തി. ഇറാനിലെ ഭരണമാറ്റത്തിൽ ഇടപെടുമെന്ന മുന്നറിയിപ്പുമായി വീണ്ടും അമേരിക്കയും ഇസ്രായേലും രംഗത്തെത്തി. MC നാസറുടെ വിവരങ്ങൾ നൽകാനായി. നാസർ, പ്രത്യാക്രമണത്തിന് ഇപ്പോഴും അയവ് വന്നിട്ടില്ല. അതായത് സാഹചര്യം കൂടുതൽ സങ്കീർണമാവുകയാണ്. ഒരു നയതന്ത്ര പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത ഇപ്പോഴും തെളിഞ്ഞു കാണുന്നില്ല എന്നല്ലേ? അനീഷ, തീർച്ചയായിട്ടും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സമാധാന നീക്കം പ്രത്യക്ഷത്തിൽ നടക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറാൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം വലിയ തോതിൽ ഈ മേഖലയിൽ ഒരു സമാധാനം കൊണ്ടുവരും, സുരക്ഷാ രംഗത്ത് വലിയ തോതിലുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കും എന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ പൂർണ്ണമായിട്ടും തകിടം മറിച്ചുകൊണ്ടാണ് മേഖലയിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം തുടരുന്നിടത്തോളം ആക്രമണം തുടരുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഇറാൻ സൈനിക നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വന്നത്. ഇത് സ്വാഭാവികമായിട്ടും കുറെ കൂടി ഈ പ്രതിസന്ധി നീളുമെന്ന ഒരു ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും തുടരുന്നത്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയൊരു മാറ്റം എന്നത് ഇന്നലെയും ഇന്നുമായിട്ട് ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് കൂടി ഈ ആക്രമണം വ്യാപിക്കുന്നു എന്നതാണ്. തെഹ്റാനിലെ എണ്ണ സംഭരണ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടന്നു. അതോടൊപ്പം തന്നെ റിഫൈനറികൾക്ക് നേരെയും ആക്രമണം നടന്നു. പക്ഷേ ഇത് തങ്ങളുടെ യുദ്ധലക്ഷ്യത്തിൽ പെടുന്ന ഒന്നല്ല എന്ന് വൈറ്റ് ഹൗസ് അല്പം മുമ്പ് പ്രതികരിച്ചിട്ടുണ്ട്. ഇസ്രായേലാണ് ഈ ആക്രമണം നടത്തിയത്. തങ്ങൾക്ക് ഇത്തരം എണ്ണ കേന്ദ്രങ്ങളിലേക്കും ഊർജ്ജ സംവിധാനങ്ങളിലേക്കുമുള്ള ആക്രമണം എന്നത് തങ്ങളുടെ ലക്ഷ്യത്തിൽപ്പെടുന്നില്ല എന്നാണ് അമേരിക്ക വിശദീകരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ലബനാനിലേക്കും സംഘർഷം കൂടുതൽ വ്യാപിക്കുകയാണ്. ഇസ്രായേലിന്റെ സൈനികമായിട്ടുള്ള ആക്രമണം വളരെ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. നിരവധി കമാൻഡർമാരെ വധിച്ചതായിട്ട് ഇസ്രായേൽ സേന അല്പം മുമ്പ് അറിയിച്ചു. അതുമാത്രമല്ല 5 ലക്ഷത്തിലധികം പേരാണ് ഇപ്പോൾ ലബനാനിൽ മാത്രം അഭയാർത്ഥികളായിട്ട് മാറിയിരിക്കുന്നത് വളരെ ചുരുങ്ങിയ ഒരു ദിവസത്തിനുള്ളിൽ. പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഏതെങ്കിലും അർത്ഥത്തിൽ അന്തർദേശീയ തലത്തിലുള്ള നീക്കം നടക്കുന്നില്ല. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ വ്യാപകമായിട്ടുള്ള ആക്രമണ പരമ്പരകളാണ് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഉണ്ടായത്. അതിൽ സൗദിയിൽ നിന്ന് 2 പേർ കൊല്ലപ്പെട്ട റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നു. ബഹ്റൈനിലേക്ക് ജലശുദ്ധീകരണ പ്ലാന്റിന് നേരെയും ആക്രമണം നടന്നു എന്നത് ഒരു പുതിയ വഴിത്തിരിവായിട്ട് നമ്മൾ കാണണം. കാരണം അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് കൂടി ഈ ആക്രമണം വ്യാപിക്കുന്നതിനെതിരെ അതിശക്തമായിട്ടുള്ള മുന്നറിയിപ്പുണ്ടായി. അതോടൊപ്പം തന്നെ കുവൈത്തിന് നേർക്കും കുവൈത്തിലെ എയർപോർട്ടിലെ ഇന്ധന ടാങ്കുകൾക്ക് നേരെയാണ് ആക്രമണം നടന്നത്. പക്ഷേ വ്യാപകമായിട്ടുള്ള ഏതെങ്കിലും നിലക്കുള്ള നാശനഷ്ടങ്ങൾ ഒരു ഗൾഫ് രാജ്യത്തു നിന്നും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്നിപ്പോൾ ഉച്ചതിരിഞ്ഞ് അറബ് ലീഗിന്റെ ഓൺലൈൻ യോഗം നടന്നിരുന്നു. 22 അറബ് രാജ്യങ്ങളുടെ പ്രതിനിധികളും ഗൾഫ് രാജ്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാൻ നടത്തുന്നത് തികച്ചും അവിശുദ്ധമായിട്ടുള്ള ഒരു യുദ്ധമാണ്. മേഖലയിലെ ഈ ഗൾഫ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു കടന്നാക്രമണമാണ് ഇറാൻ തുടരുന്നത്. ഇതിൽ നിന്ന് ഇറാൻ പിൻവലിയണം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇറാനെതിരെ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്നത് അത് പ്രതിരോധ സ്വഭാവത്തിൽ ഊന്നിയതായിരിക്കും. ഒരിക്കലും ഒരു ആക്രമണ സ്വഭാവത്തിലേക്ക് പോകാനില്ലെന്ന് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അനീഷ, നാസർ, അതാണ് ഇപ്പോഴും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ഭീഷണിപ്പെടുന്ന ഒരു സാഹചര്യം. തങ്ങളുടെ ഭരണമാറ്റത്തിൽ ഉൾപ്പെടെ ഇടപെടും എന്നൊരു ഭീഷണി ഇറാനെതിരെ മുന്നോട്ട് വെക്കുകയാണ്. പക്ഷെ ഇതിനു മുമ്പും പരിഹാസ രൂപേണയുള്ള മറുപടിയാണ് ഇറാൻ നൽകിയിരുന്നത്. പക്ഷെ സാഹചര്യം കൂടുതൽ സങ്കീർണമാവുകയാണ്. ഗൾഫ് മേഖലയിൽ ഉൾപ്പെടെ ആക്രമണം കൂടുതൽ കടുക്കുന്ന ഒരു സാഹചര്യം മുമ്പ്. കഴിഞ്ഞ ദിവസം മസൂദ് പെസഷ്കിയാൻ പറഞ്ഞത് തങ്ങളെ ആക്രമിക്കാതെ ഒരു രാജ്യത്തെയും അല്ലെങ്കിൽ ഒരു രാജ്യത്തെ പൗരന്മാരെയും തങ്ങൾ ആക്രമിക്കില്ല എന്ന് മസൂദ് പെസഷ്കിയാൻ നിലപാടെടുക്കുകയും ചെയ്തത്. പക്ഷെ അതും അങ്ങനെയല്ല സംഭവിച്ചത്. തിരിച്ചും ഇറാന് നേർക്ക് വ്യാപകമായ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഇറാൻ തിരിച്ചും ആക്രമിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഗൾഫ് മേഖലയിൽ ഇപ്പോഴും എത്ര കണ്ട ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഈ ഒമാന്റെ മധ്യസ്ഥതയെ നേരത്തെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇറാൻ എത്താൻ ഒമാൻ ഇടപെട്ടു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. പക്ഷെ അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടൽ ഒരു പ്രശ്നപരിഹാരത്തിന് നടക്കുന്നുണ്ടോ? അനീസ്, നയതന്ത്ര തലത്തിലുള്ള ഒരു പ്രശ്നപരിഹാരം മാത്രമാണ് അഭികാമ്യം. അതിലപ്പുറത്ത് ഏതെങ്കിലും സൈനികമായിട്ട് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു നിലയ്ക്കും സാധിക്കുകയില്ല എന്ന ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു നിലപാടിൽ ഊന്നിക്കൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ ഖത്തർ അമീറും അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹ്റൈൻ രാജാവും അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം നിലവിലുള്ള ഒരു സംഘർഷം തങ്ങൾക്ക് നേരെ അടിച്ചേൽപ്പിക്കുന്നത് ഇറാനാണ്. അപ്പോൾ ഇറാൻ ഒരു പുനരാലോചന നടത്തേണ്ടതുണ്ട്. കാരണം ഈ മേഖലയിലെ രാജ്യങ്ങളിൽ ഒരു അസ്ഥിരത സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇറാൻ
പിൻവാങ്ങണമെന്ന് ബഹ്റൈൻ രാജാവും ഖത്തർ അമീർ ഉൾപ്പെടെയുള്ളവരും ഒരേ സ്വരത്തിൽ തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും അർത്ഥത്തിൽ നിലവിലുള്ള ഒരു ആക്രമണത്തിൽ ഇറാനെതിരെ ഒരു നിലപാട് സ്വീകരിക്കാൻ ഈ രാജ്യങ്ങൾ ഒന്നും തയ്യാറല്ല. പ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു നീക്കം മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. ഗൾഫിലെ സുരക്ഷാ രംഗത്ത് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ അയച്ചെങ്കിലും അതെല്ലാം ഫലപ്രദമായിട്ട് വളരെ ശക്തമായി തന്നെ പ്രതിരോധിക്കുന്നതിൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളും വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഇന്നലെ ഇക്കാര്യം വ്യക്തമാക്കി. അതിശക്തമായിട്ടുള്ള ഒരു സൈനിക സംവിധാനം നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിരോധ സംവിധാനം ഏറ്റവും മികച്ചതാണ്. അതുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് തന്റെയും രാജ്യത്തിന്റെയും ഏറ്റവും ശക്തമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയായിരിക്കും രാജ്യം മുന്നോട്ട് പോകുന്നത്. വേറെ ഒരു നിലക്കുള്ള പ്രതിസന്ധിയും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ രാജ്യത്ത് ഉണ്ടാകരുതെന്ന് തങ്ങൾക്ക് ഉറപ്പുണ്ട്. ആ നിലക്കുള്ള എല്ലാ ബദൽ സംവിധാനങ്ങളും ആയിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് മിക്ക ഗൾഫ് രാജ്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. ഈ നിരന്തരമായിട്ടുള്ള ഇറാൻ നടത്തുന്ന ഈ ആക്രമണങ്ങൾ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടെങ്കിലും അതൊക്കെയും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനുള്ള ഉറച്ച സൈനിക സംവിധാനങ്ങളാണ് മിക്ക ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നതും. അനീഷ.